നമുക്ക് രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾ എങ്ങനെയാണ് ഇത് എങ്ങനെയായിരിക്കും? നമ്മളെല്ലാവരും വളരെ ഉത്കണ്ഠയോടുകൂടി ആകാംക്ഷയോടുകൂടി 12:15 ഓരോ നിമിഷങ്ങളും ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. 12:15 കോടതി പറഞ്ഞിട്ടുണ്ട് വിധി പ്രസ്താവിക്കും. വിധി വന്നതിന് ശേഷം അനന്തര നടപടികളെക്കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പം ഇവിടെ CK ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ആവനാഴിയിലെ സകല ആയുധവും ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ച് പരാജയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അവസാന തടവ് 19ാം തടവെടുത്തിരിക്കുകയാണ്. KV കുഞ്ഞിരാമൻ ഒരു അമ്മയുണ്ട്. ഇപ്പോൾ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം പുള്ളി കണ്ടുപിടിച്ചിരിക്കുകയാണ്, KV കുഞ്ഞിരാമൻ അമ്മയുണ്ടെന്ന്. അപ്പോൾ ഈ ലോകത്ത് സകല ജനങ്ങളും അമ്മയില്ലാതാണോ ജനിക്കുന്നത്? ഇവിടെ ഒരു അമ്മ ഇരുന്ന് കരയുന്ന കണ്ടില്ലേ? ഒരു അമ്മ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടെ ഉണ്ട്, ശരത്ലാലിൻ്റെ അമ്മ. ഈ വിധി നേരിട്ട് കേൾക്കാൻ പോയിരിക്കുക അവർ. ഒരമ്മ ഇവിടെ ഇരുന്ന് കരയുന്നു, മറ്റൊരു അമ്മ അവിടെ വയ്ക്കുന്നു. അപ്പം 2 കുഞ്ഞുങ്ങളെ അരുങ്കൊല ചെയ്ത കൊലയാളികളുടെ അമ്മയും മക്കളും അവരുടെ കണ്ണുനീര് കാണുമെന്ന് CK ശ്രീധരൻ പറഞ്ഞാൽ എന്ത് കണ്ണുനീര് അവിടെ കാണുന്നേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഇത്തരം മക്കൾ നഷ്ടപ്പെടുന്ന ഒരു അമ്മമാരും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇതിലെ സകല കുറ്റവാളികളെയും കഠിനമായ ശിക്ഷ കൊടുക്കണം. ഒരു തരത്തിലും അവർ ദയ അർഹിക്കുന്നില്ല, മാപ്പർഹിക്കുന്നില്ല. CK ശ്രീധരൻ വന്ന പോലെ മാനസാന്തരം വന്നാൽ അവർ ഇനിയും കാര്യങ്ങൾ ചെയ്യും. കാര്യം വാദിയോടൊപ്പം നിന്നിട്ട് പ്രതിയോടൊപ്പം പോയതാണ് മാനസാന്തരം. ആ മാനസാന്തരമാണ് ഈ പ്രതികൾക്ക് വരുന്നതെങ്കിൽ നമുക്കറിയാം ഈ വിധിയോടുകൂടി CK ശ്രീധരൻ്റെയും കഥ കഴിഞ്ഞു. കാര്യം ഇനി ആരും അയാളെ വിശ്വസിക്കത്തില്ല. മാർക്സിസ്റ്റുകാരും വിശ്വസിക്കത്തില്ല, കോൺഗ്രസ്സുകാരും വിശ്വസിക്കത്തില്ല, അയാളുടെ വീട്ടിലൊരു ഈച്ച പോലും ഇനി ചെല്ലത്തില്ല. കാര്യം പ്രൊഫഷണൽ എത്തിക്സ് ഉണ്ട്, അതിനെപ്പോലും അയാൾ ഒറ്റുകൊടുത്തു കേവലം കാശിന് വേണ്ടി. മാർക്സിസ്റ്റ് പാർട്ടി കോടിക്കണക്കിന് രൂപ പിരിച്ചിരിക്കുന്ന ഈ പ്രതികളെ രക്ഷിക്കാൻ ഗവൺമെൻറ് കോടികൾ ചെലവാക്കി. അതിൽ കോടികൾ വാങ്ങിച്ചിരിക്കുന്ന ആരാണ്? പ്രതിഭാവം വക്കീലല്ലേ. അപ്പോൾ വക്കീലിനെ ഇനി ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് വക്കീൽ പല നാടകങ്ങളും ഹൈക്കോടതി കളിക്കും. അതൊക്കെ പ്രതികളെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മിഥ്യാധാരണയിൽ നിന്നാണ്. പക്ഷെ ഒരു കാരണവശാലും ഇതിലെ പ്രതികൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. നമുക്ക് ശരത്ലാലിന്റെ പിതാവ് സത്യേട്ടനെ കൂടി ഒന്ന് സംസാരിക്കാം. സത്യേട്ട, കോടതിയിൽ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരുന്നു? വക്കീൽ പറഞ്ഞായിട്ട് ഇപ്പോൾ മനസ്സിലായി. വക്കീൽ വേറെന്താ പറയാ ഇവിടെ? അല്ല, വക്കീല് പറയാന്ന് വെച്ചാൽ വക്കീൽ പോയത് അവരെ രക്ഷപ്പെടുത്താനല്ലേ. അപ്പോൾ അവസാനം കോടതി കണ്ടെത്തി കുറ്റക്കാരൻ, അപ്പോൾ ശിക്ഷ കിട്ടുന്ന ഉറപ്പ് വന്നു. അപ്പോൾ ആ ശിക്ഷ ഇനി പരമാവധി ഇളവ് ചെയ്ത് ചെറിയ ശിക്ഷയാക്കി മാറ്റാനുള്ള വെപ്രാളം മാത്രമേ അയാൾക്ക് ഉണ്ടാവുമെന്ന്. അതിൻ്റെ പഠിച്ച പണി എല്ലാം പഠിക്കുമല്ലോ, അത് അവരെ തൊഴിലല്ലേ, അതവർ ചെയ്യും. പക്ഷേ കോടതിക്ക് ബോധ്യമുണ്ടല്ലോ, ശിക്ഷ തെളിവ് സഹിതം കൊലപാതക കുറ്റം നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തക്കത്തെ ശിക്ഷ കോടതി കൊടുക്കും. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് CK ശ്രീധരൻ എടുക്കുന്ന പെടാന്നത് അത് പെട്ടോട്ടെ. കോടതിയിലെടുത്ത് പിന്നെ വേറെന്താ ഇനിയിപ്പോൾ അന്നൊക്കെ വേറൊന്നും കള്ളത്തെളിവുകളും നിരത്താനൊന്നും പറ്റൂലല്ലോ. അവസരം കഴിഞ്ഞില്ലേ, അതിൽ ബോധ്യപ്പെട്ടില്ലേ. ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, വീണ് പടക്കുക, അവിടെ നിന്ന് കേണപേക്ഷിക്കുക, കൊടുക്കരുതേ എന്ന് മാത്രം. അത് ചെയ്തോട്ടെ എന്ന്. തക്കതായ വിധി ഉണ്ടാവും. കോടതിക്ക് ബോധ്യം വന്നതല്ലേ, കൃത്യമായി സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. ആ തെളിയിക്കപ്പെട്ടതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ ബാധ്യത കോടതി. അതിനനുസരിച്ചുള്ള ഒരു ശക്തമായ ഒരു വിധി ഉണ്ടാകുന്നില്ല ഉറച്ചൊരു വിശ്വാസം നമുക്കുണ്ട്. ഈ നിമിഷത്തിലും നമുക്ക് ആ വിശ്വാസമുണ്ട്, ദൈവത്തിലുമുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട കോടതിയിൽ ആ വിശ്വസിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായും വലിയ പ്രതീക്ഷയിലാണ് ആ കുടുംബം, നേതാക്കൾ ഒക്കെ ഉള്ളത്. വലിയ തോതിൽ അവർ പ്രതീക്ഷിക്കുന്നു തക്കതായ ശിക്ഷ കിട്ടും, തക്കതായ വിധി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ആ കുടുംബം, നേതാക്കൾ ഒക്കെ പങ്കുവയ്ക്കുന്നത്. സുനിൽ, ഒറ്റ നിമിഷം, പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നുണ്ട്. പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടങ്ങിയിരിക്കുന്നു. വധശിക്ഷ വേണമെന്നുള്ള ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെ മിനിമം ശിക്ഷയിൽ ഒതുക്കണമെന്നായിരുന്നു പ്രതിഭാഗം അവസാനമായി ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഈ KV കുഞ്ഞിരാമന് പ്രായമായ അമ്മയുണ്ട്, അദ്ദേഹത്തിന് കാര്യമായ അസുഖങ്ങളുണ്ട്. മറ്റു പ്രതികൾക്കും ശിക്ഷ ഇളവ് വേണം. അതിൻ്റെ കാര്യകാരണങ്ങൾ കൂടി CK ശ്രീധരൻ നിരത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ സാക്ഷിമൊഴികൾ സംശയാതീതമല്ല, ചില സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട്. സാക്ഷിമൊഴികളിലും പിന്നീട് വൈരുദ്ധ്യം കണ്ടെത്തിയ കാര്യം കൂടി സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് CK ശ്രീധരൻ.